കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ കോളേജിൽ ദളിത് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിലെത്തിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയം ഉന്നയിച്ചുവെന്നും എം പി പറഞ്ഞു. വിവേചനവും മാനസിക പീഡനവും മൂലം ഒരു വിദ്യാർത്ഥി ജീവനൊടുക്കേണ്ടി വന്ന സംഭവം അതീവ ഗൗരവമുള്ളതും കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ കോളേജിൽ അധ്യാപകരുടെ മാനസിക പീഡനവും ജാതി അധിക്ഷേപവും സഹിക്കാനാകാതെ ജീവനൊടുക്കിയ ദളിത് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയം ഉന്നയിച്ചുവെന്നും എം പി പറഞ്ഞു. ജാതി വിവേചനവും മാനസിക പീഡനവും മൂലം ഒരു വിദ്യാർത്ഥി ജീവനൊടുക്കേണ്ടി വന്ന സംഭവം അതീവ ഗൗരവമുള്ളതും കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവത്തിൽ പോലീസും തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചും ഫലപ്രദമായ അന്വേഷണം നടത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്ന ഗുരുതരമായ ആരോപണവും ഉയർന്നിട്ടുണ്ടെന്നും എം പി പറഞ്ഞു. ആരോപണ വിധേയരായ അധ്യാപകരെ ചോദ്യം ചെയ്യുന്നതിലും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിലും ആവശ്യമായ ആത്മാർത്ഥതയും ജാഗ്രതയും അന്വേഷണ ഏജൻസികൾ കാണിച്ചില്ല എന്ന ആശങ്ക സമൂഹത്തിൽ ശക്തമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നതിനായി അഴിമതിരഹിതരും കാര്യക്ഷമതയുള്ളവരുമായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയോ ആവശ്യമെങ്കിൽ കേസ് CBI അന്വേഷണത്തിന് വിടുകയോ ചെയ്യണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.